കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. ഒരു പലചരക്ക് വ്യാപാരി 80 രൂപ നിരക്കിൽ വാങ്ങി 14 കിലോ അരിയും 40 രൂപ നിരക്കിൽ വാങ്ങി 42 കിലോ അരിയും മിക്സ് ചെയ്യുകയാണ്. അങ്ങനെ മിക്സ് ചെയ്ത ആ റൈസിൻ്റെ 1 കിലോയുടെ വില എത്ര എന്നാ? അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് എടുക്കാം. പറയാൻ എളുപ്പത്തിന് വേണ്ടി 2 ക്വാണ്ടിറ്റീസ് ഓഫ് റൈസ് ഉണ്ട്, എയും ബിയും. എയുടെ എത്ര കിലോ വാങ്ങി? 14 കിലോ വാങ്ങി. ബിയുടെ എത്ര കിലോ വാങ്ങി? 42 കിലോ വാങ്ങി. കാൽക്കുലേഷൻ്റെ എളുപ്പത്തിന് വേണ്ടി ഈ ക്വാണ്ടിറ്റീസിനെ ഞാനൊന്ന് മിനിമൈസ് ചെയ്തോട്ടെ, ഒന്ന് വെട്ടിച്ചെറുതാക്കാം. അപ്പോൾ എന്താ വരിക? 14 വെച്ച് തന്നെ കട്ട് ചെയ്താൽ 1 3 കിട്ടും. ഓക്കെ ആണോ? എന്ന് വെച്ചാൽ എയുടെ 1 കിലോ വാങ്ങി ബിയുടെ 3 കിലോ വാങ്ങി എന്നുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി കാൽക്കുലേഷൻ. ശരി, എയുടെ റൈസ് എന്ന് വെച്ചാൽ ആദ്യത്തെ ക്വാളിറ്റിയിലുള്ള റൈസിൻ്റെ വില എത്രയാ? 80 രൂപയാണ്. രണ്ടാമത്തെ ക്വാളിറ്റിയുടെ വില എത്രയാ? 40 രൂപയാണ്. അപ്പോൾ എൻ്റെ കുട്ടികൾ ചിന്തിക്കുക, ആദ്യത്തെ എയ്ക്ക് വേണ്ടി നമ്മൾ എത്ര രൂപ ചിലവാക്കി, ബിക്ക് വേണ്ടി എത്ര രൂപ ചിലവാക്കി എന്ന് നോക്കാം. 1 കിലോയാണ് 80 രൂപയ്ക്ക് വാങ്ങുന്നു. അപ്പോൾ എത്ര രൂപ? 80 രൂപ. 3 കിലോ 40 രൂപയ്ക്ക് വാങ്ങിയെന്ന് വെച്ചാൽ 3 × 40 120 രൂപയാണ് ബിക്ക് വേണ്ടി ഇറങ്ങിയത്. ഞാനിനി മിക്സ് ചെയ്യാൻ പോകേണ്ട മിക്സ് ചെയ്തു. അപ്പോൾ മിക്സ് ചെയ്ത റൈസിൻ്റെ വില എത്രയെന്ന് വെച്ചാൽ 80 + 120 200 രൂപ എന്ന് കിട്ടും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് എത്ര കിലോയുടെ കഥയാണ്? 1 3 4 കിലോയുടെ കഥയാണ്. 200 രൂപ 4 കിലോ മിക്സ് ചെയ്ത റൈസിൻ്റെ നമ്മുടെ ചോദ്യം 1 കിലോയുടെ വില എത്ര എന്നാ? 4 കിലോയ്ക്ക് 200 എന്ന് പറഞ്ഞാൽ 1 കിലോ റൈസിൻ്റെ വില എത്ര? മിക്സ് ചെയ്ത റൈസിൻ്റെ 1 കിലോയുടെ വില 50 രൂപ. ക്ലിയർ ആയോ? ശരി, ഓക്കെ, താങ്ക് യു.